പുതിയ ദേശീയപാതയിലെ അപകടങ്ങൾ അത് മനുഷ്യരെ ഭയപ്പെടുത്തുന്നു, ആത്മവിശ്വാസം ഇല്ലാതാക്കുന്നു. ഇത്രമേൽ വളരെ കരുത്തോടെ വലിയ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യമുള്ളവരാണ് നിർമ്മിക്കുന്നത് എന്നുള്ള ആ വിശ്വാസത്തെ അത് കോട്ടം വരുത്തുന്നു. അതൊരു ഗൗരവമായ സ്ഥിതിയാണ്. അതിൽ ബന്ധപ്പെട്ട ഏജൻസികൾ ഇനിയും തകർന്നിടം മാത്രമല്ല, മുഴുവനായും ഈ ദേശീയ പാതയുടെ ഘടനാപരമായ സംഗതി പരിശോധിച്ച് വേണ്ട മാറ്റങ്ങളും തിരുത്തലുകളും വരുത്തി അതിനെ ശരിയാക്കി ഇനി ഒരിക്കലും ആവർത്തിക്കപ്പെടാത്ത വണ്ണം അതിനെ രൂപപ്പെടുത്തേണ്ടത് വളരെ ആവശ്യമുള്ള കാര്യമാണ്. കാരണം ആ ഭയം അസ്ഥാനത്തല്ല എന്ന് തോന്നിപ്പിക്കുന്നതാണ് ഇപ്പോൾ ഈ ആറുവരിപ്പാതയുമായി ബന്ധപ്പെട്ട അപകടങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതിനെക്കുറിച്ചാണ് പറയാനുള്ളത്. നമ്മുടെ ദേശീയപാതയുടെ പണി, ആറുവരിപ്പാതയുടെ പണി വളരെ ഗൗരവമായി വേഗത്തിൽ നീങ്ങുകയാണ്. അതിൽ സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും അവരുടെ സേവനങ്ങളും അവർ നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ നേട്ടങ്ങളും ഒക്കെയായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. സ്വാഭാവികമാണ്, പ്രത്യേകിച്ച് ഒരു ഇലക്ഷൻ വർഷത്തിൽ. കേരളത്തിന് ആവശ്യമായ ഒരു സംഗതിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ ഇത് നമ്മൾ പണിയുന്ന മേഖല, ഏരിയ എന്ന് പറയുന്നത് ഒരു സംസ്ഥാനത്തിൻ്റെ കടൽ തീരത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന സ്ഥലത്താണ്. ചില സ്ഥലങ്ങളിൽ, ഇപ്പോൾ നീണ്ടകര പോലെയുള്ള സ്ഥലങ്ങളിൽ, പിന്നെ നമ്മുടെ തോട്ടപ്പള്ളി പോലെയുള്ള സ്ഥലങ്ങളിൽ, പിന്നെ അതിനിപ്പുറത്തോട്ട് മാറുമ്പോൾ പുറക്കാട് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ കടൽ തീരവും നമ്മുടെ പുതിയ റോഡും തമ്മിലുള്ള ദൂരം കേവലം 500 മീറ്റർ ഒക്കെ വരാൻ സാധ്യതയുള്ളൂ. ഇതുപോലെ തന്നെ പാടത്തൂടെയും ചതുപ്പ് നിലത്തിലൂടെയും ഒക്കെ ഈ വർക്കുകൾ പോയിട്ടുണ്ട്. ഈ വർക്ക് ചെയ്യുന്നത് വലിയ ആഗോള പ്രസക്തരായ, ആഗോളത്തോളം വളർന്ന ആളുകളാണ് എന്നൊരു വിധിയോടെയാണ് ഈ പറയുന്ന സാധാരണക്കാരായ ഞങ്ങളെപ്പോലുള്ളവരൊക്കെ കാണുന്നത്. സാധാരണ ഒരു ഗ്രാമീണ റോഡ് പണിയാനായിട്ടൊരു കോൺട്രാക്ട് വന്നാൽ ആ കോൺട്രാക്റ്റിൻ്റെ മെറ്റിലളക്കാനും അതിൻ്റെ ടാറളക്കാനും വീതി അളക്കാനും ഒക്കെ ധാരാളം പേർ കാണും. പക്ഷേ ഇവിടെ അങ്ങനെ ആരും മൈൻഡ് ചെയ്യുന്ന പോലുമില്ല. ഈ റോഡിൽ നിന്ന് മരങ്ങളെല്ലാം മുറിച്ചുകൊണ്ട് പോയി ആരൊക്കെയോ എവിടേക്കോ പറഞ്ഞതൊക്കെ വൻ അഴിമതിയായിരിക്കും എന്നൊക്കെ. പക്ഷേ ആർക്കും ആരോടും മിണ്ടാൻ പോലും ഒക്കില്ല. ആരാണ് ചെയ്യുന്നതെന്ന്, ആരാണെന്നും എന്താണെന്നും ആർക്കും അറിയാത്ത സ്ഥിതിയുണ്ട്. പിന്നെ പോലീസിനോട് പറഞ്ഞാലും സാധാരണ ആളുകളോടെല്ലാവരും പറഞ്ഞാൽ അയ്യോ നമ്മുടെ കയ്യിലല്ല, ഇതൊക്കെ കേന്ദ്രത്തിൻ്റെ ദേശീയപാതയാണ് എന്ന് പറഞ്ഞാണ് ഇത് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇത് പൂർത്തിയായി വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള പരിപാടികൾ നടക്കുന്നുണ്ട്. അതിനിടയിലാണ് ഈ മഴക്കാലവുമായി ബന്ധപ്പെട്ട് ഈ സംഭവം. ഇതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പല സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഒരു പ്രശ്നം നമ്മളിൽ ഉണ്ടാക്കുന്നൊരു വിശ്വാസക്കുറവ് വളരെ കൂടുതലാണ്. ഞാൻ വെറുതെയെങ്കിലും ഈ അരൂര് കഴിഞ്ഞ് അങ്ങോട്ട് യാത്ര ചെയ്യുമ്പോൾ, അരൂരല്ല അതിനിപ്പുറത്ത് പട്ടണക്കാടോ എന്നൊക്കെ പറയുന്ന പ്രദേശം മുതൽ അങ്ങോട്ട് യാത്ര ചെയ്ത് തുടങ്ങുമ്പോൾ ഈ മേളിൽ ഓവർ ബ്രിഡ്ജായി ഇത് നിൽക്കുന്ന കാണുമ്പോൾ വെറുതെ മനസ്സിൽ തോന്നാറുണ്ട്, ഇത് ഇടിഞ്ഞിപ്പോൾ അങ്ങ് വീണാലുള്ള അവസ്ഥ എന്തുമായിരിക്കുമെന്ന്. അതൊരിക്കലും വീഴില്ല എന്നൊരു ബോധ്യമാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കേണ്ടതും ഉണ്ടായിരുന്നതും. എന്നാൽ കഴിഞ്ഞ 2-3 ദിവസങ്ങളിൽ ഉണ്ടായ സംഭവം അത് ഭീതിദായകമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഒരുപക്ഷേ ഇതിൻ്റെ നിർമ്മാണം പണ്ട് മുനീർ പറഞ്ഞ എക്സ്പ്രസ് ഹൈവേ എന്ന് പറഞ്ഞ പ്രദേശത്തു കൂടിയാണെങ്കിൽ കുറച്ചുകൂടി ബലിഷ്ടമായ മലമ്പ്രദേശത്തിൻ്റെ നടുവിലൂടെ ആയിരുന്നു അത് പോവുക. ഇപ്പോൾ ഇത് വെറും പൂഴിമണലിൻ്റെ അടുത്തുകൂടിയാണ് പോകുന്നത്. ഇപ്പോൾ എൻ്റെ പ്രദേശത്തൊക്കെയുള്ള മണ്ണിൻ്റെ ഒരു പ്രത്യേകത, ഉണക്കായാൽ അവലൂസ് പൊടി പോലെ, മഴയാണെങ്കിൽ വെർമസല്ലി പോലെ, ഇങ്ങനെ ആവുന്ന സംഗതിയാണ്. അല്ലാതെ ഒരു വാട്ടർ റീറ്റെയിനിങ് കപ്പാസിറ്റി ഒന്നുമില്ല. ഈ 2 കാലാവസ്ഥയിലും ഇങ്ങനെ ആയിത്തീരും. അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലത്തുകൂടി പോകുന്ന ഒരു സംഗതി അത് ഇടിഞ്ഞു വീണു, വിള്ളലുണ്ടായി എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴത്തെ ഘട്ടത്തിൽ എന്തായാലും ഇതുവരെ ദൈവസഹായം മൂലം ഈ പറയുന്ന ജീവനഷ്ടങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല, മരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇതുണ്ടാക്കുന്ന ഭീതി ഗൗരവമാണ്. അതുകൊണ്ട് ബന്ധപ്പെട്ട ആളുകളോട് അഭ്യർത്ഥിക്കാനുള്ളത്, ധൃതിയും സമയബന്ധിതമായ സംഗതി എന്നൊക്കെ പറയുന്നത് അങ്ങോട്ട് കുറച്ചിട്ട് ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഈ അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ ഗൗരവമായി പരിശോധിച്ച്, അതിനാവശ്യമായ ആധുനിക ഉപകരണങ്ങളൊക്കെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്, പരിശോധിച്ച് ഈ പറയുന്ന ഇപ്പോൾ പണിഞ്ഞു തീർന്ന മേഖലയിലെ ഇരുവശത്തുമുള്ള മണ്ണിലുണ്ടായ ഘടനാപരമായ മാറ്റങ്ങൾ, ഒരപകട സാധ്യതകൾ, ഇത്തരം കാര്യങ്ങളൊക്കെ ശരിക്കും മനസ്സിലാക്കി അതിനുചിതമായ പരിഹാരം കാണേണ്ടത് വളരെ ആവശ്യമുള്ള കാര്യമാണ്. ഇത് കേവലം ഒരു രാഷ്ട്രീയ വിഷയം മാത്രമല്ല, എന്നാൽ അത് രാഷ്ട്രീയമായി ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതാണ്. എങ്കിലും അതിനേക്കാളുപരി ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഗൗരവമായൊരു വിഷയമാണ്. അത് മറക്കാതിരിക്കാം.